സുസ്വാഗതം സ്വരലയ വേദീരാ സ്വരലയ വേദീരാ സ്വരം സ്വരം സ്വരലയം ലയം സ്വരലയ മധുരം സുസ്വാഗത ഗീതമിതാ ഇതാ 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 സ്വരം സ്വരം സ്വരലയം ലയം സ്വരലയ മധുരം സുസ്വാഗത ഗീതമിതാ ഇതാ 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 സ്വരം സ്വരം സ്വരലയം ലയം സ്വരലയ മധുരം സുസ്വാഗത ഗീതമിതാ ഇതാ 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 സ്വരലയ 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 മലയാളികളെ ഉണർത്തുകയും ഉറക്കുകയും ചെയ്യുന്ന യേശുദാസിൻ്റെ 84-ാം ജന്മദിനമാണ് 10-ാം തീയതി നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന് 83 വയസ്സ് എന്നപ്പോൾ സ്വരലയ അദ്ദേഹത്തിൻ്റെ 83 പാട്ടുകളുമായിട്ട് സഹൃദയവുമായി സംവദിച്ചിരിക്കുന്നു. ഇത്തവണ ഒരു പ്രത്യേകത കൊണ്ട് അദ്ദേഹം 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടിട്ടാണ് ഈ 84-ാം പിറന്നാൾ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹസ്ര പൂർണിമ പ്രതിഭാ പ്രണാമം എന്നുള്ള പേരിലാണ് നമ്മൾ യേശുദാസിനെ ഈ തവണ ആദരിക്കുന്നത്. മലയാളിയുടെ പ്രേമവും വിരഹവും ദുഃഖവും ആശ്ചര്യവും ഭക്തിയുമെല്ലാം കഴിഞ്ഞ 6 നൂറ്റാണ്ടായി നമ്മളിലേക്ക് വ്യാപരിക്കുന്നത് യേശുദാസാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഏതു മേഖലയുള്ള ഗാനങ്ങളെടുത്താലും ഏതു പ്രധാനപ്പെട്ട സംഗീത സംവിധായകൻ്റെ ഗായങ്ങളെടുത്താലും അതിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത് യേശുദാസാണ്. 50,000-ലേറെ ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഒരു മനുഷ്യായുസ്സിൽ കഴിയുന്നതിൽ ഏറ്റവും കൂടുതലുള്ള ഗാനങ്ങൾ പാടിയിട്ടുള്ള ഇന്ത്യയിലെ ഗായകരിൽ ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. മെഹദി ഹസൻ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് ഒരു പത്രപ്രതിനിധി ചോദിച്ചു, അങ്ങും അജിത് സിംഗും ഗുലാം അലിയും അത്ര മധുരമായ ശബ്ദങ്ങൾ ഉള്ളതിൽ വേറെ ആരെങ്കിലും എങ്ങനെയാണ് മുന്നോട്ട് വരാൻ കഴിയുക എന്ന് അദ്ദേഹത്തോട് പത്രപ്രതിനിധി ചോദിച്ചപ്പോൾ മെഹദി ഹസൻ ഒട്ടും സംശയമില്ലാതെ പറഞ്ഞത്, നിങ്ങൾ മലയാളികൾ മുറ്റത്തെ മുല്ലയെ മറക്കുന്നു എന്നാണ്. കാരണം ഞങ്ങളുടേതൊക്കെ ശബ്ദത്തെക്കാളും മനോഹരമായ ശബ്ദമുള്ള ഒരു ഗായകൻ മലയാളത്തിലുണ്ടല്ലോ, യേശുദാസിനെ നിങ്ങൾക്ക് എങ്ങനെ മറക്കാൻ കഴിയുമെന്നാണ്. മെഹദി ഹസനെ പോലെയുള്ള ഒരാൾ, തൂവൽ സ്പർശമുള്ള ശബ്ദമുള്ള മെഹദി ഹസനെ പോലെയുള്ള ഒരാൾ അങ്ങനെ പറയുമ്പോൾ യേശുദാസിൻ്റെ ഔന്നത്യം എത്രമാത്രമാണെന്ന് ഞാൻ പറയാതെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും.
ഞങ്ങളുടെയൊക്കെ പ്രായം 4 തലമുറകളിലാണ് അദ്ദേഹം പടർന്നു പിടിച്ചത്. ഞങ്ങളുടെയൊക്കെ പ്രണയസങ്കല്പങ്ങൾക്ക് കതിര് നൽകിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരുടെയും പ്രണയസങ്കല്പങ്ങൾക്ക് നിന്നത് പുതിയ പാട്ടുകാരല്ല, യേശുദാസ് തന്നെയാണ് എന്നുള്ളത് നിലനിൽക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ യേശുദാസിൻ്റെ ശബ്ദത്തെ, യേശുദാസിൻ്റെ സംഗീതത്തെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിലെ അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ തുടങ്ങിയ ഗാനങ്ങളിലൂടെയാണ് മലയാളി പ്രണയത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് പോയത് എന്ന് നമുക്കറിയാം. പക്ഷെ പ്രണയവും വിരഹവും ദുഃഖവും പശ്ചാത്തലവും ഭക്തിയുമൊക്കെ എല്ലാ തരത്തിലുള്ള ഗാനങ്ങളിലേക്കും അദ്ദേഹം പടർന്നു പിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേൾക്കാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നിടത്താണ് മലയാളികൾ വന്നു നിൽക്കുന്നത്. പ്രായം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ, അദ്ദേഹത്തിൻ്റെ ആലാപനത്തിലുമൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓടിയെത്താൻ ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ ഒരു 64ഓളം ഗായകരാണ് ഇവിടെ അദ്ദേഹത്തോട് ആദരം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 84 പാട്ടുകളാണ് അവർ ഇവിടെ ആലപിക്കുന്നത്. ഇത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ധന്യമായൊരു മുഹൂർത്തമാണെന്ന് സ്വരലയെ വിചാരിക്കുന്നു. അതിനെത്തിയിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും മനസ്സോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ, നമ്മളെ കഴിഞ്ഞ 26 വർഷമായി നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ NN കൃഷ്ണദാസാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ സംഗീതജ്ഞൻ ശ്രീ മണ്ണൂർ രാജകുമാരനെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഒരു സംഗീതജ്ഞൻ എന്നുള്ള നിലയിൽ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലൊക്കെ നിങ്ങളോടൊക്കെ ഇടപഴകുന്ന പച്ചയായ ഒരു മനുഷ്യനാണ് ശ്രീ മണ്ണൂർ രാജകുമാരനുണ്ണി. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യട്ടെ. നമ്മളോട് യേശുദാസിൻ്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതിൽ ഒരാളാണ് സാഹിത്യകാരനായിട്ടുള്ള ശ്രീ രഘുനാഥൻ പരളി. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആശംസകൾ നേരും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യട്ടെ. ഈ പരിപാടിയുടെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്നത് സ്വരലയുടെ ഓർക്കസ്ട്രയുടെ ചുമതലക്കാരനായ ശ്രീ സത്യനാണ്. ഇത്രയൊന്നും കയ്യടി കൊടുത്താൽ പോരാ, സത്യന് ഒരു നിറഞ്ഞ കയ്യടി അദ്ദേഹത്തിന് നൽകണം. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു വലിയ പരിപാടി നമുക്ക് ഇവിടെ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹമാണ് ഇന്നത്തെ പരിപാടിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യട്ടെ. പിന്നെ ഈ വേദിയിലുള്ളത് പ്രൊഫസറായി, ഇംഗ്ലീഷ് പ്രൊഫസറായി ജീവിതചര്യ നടത്തുകയും അതിന് പേരല്ലായി സംഗീതം കൊണ്ടു നടക്കുകയും സംഗീതത്തിലെ ഏത് സംശയവും തീർക്കാൻ വേണ്ടി ഗായകരും സംഗീതജ്ഞരും വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഫസർ മോഹൻദാസ് സാറാണ്. അദ്ദേഹമാണ് നന്ദി രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യട്ടെ. നിങ്ങളുടെയൊക്കെ ശക്തിയാണ് എന്നും സ്വരലയുടെ ശക്തി. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര വലിയ പരിപാടിയും ഏറ്റെടുത്ത് നടത്താൻ കഴിയുമെന്നുള്ളതാണ് കഴിഞ്ഞ 11 ദിവസങ്ങളിൽ രാപ്പാടിയിൽ നടന്ന സ്വരലയുടെ ഈ വർഷത്തെ നൃത്തസംഗീതോത്സവം കാണിച്ചു തന്നത്. 10,000-കണക്കിന് ആളുകൾ അവിടെ വന്നു പോയത് നിങ്ങളുടെയൊക്കെ ഒരു ബലത്തിൽ മാത്രമാണ്. ആ സഹകരണം നിങ്ങൾ തുടർന്നും ഞങ്ങൾക്ക് നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ ഓരോരുത്തരെയും
സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. അജയൻ സാർക്ക് നന്ദി. യേശുദാസ് അറ്റ് 84 ഉദ്ഘാടന യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന സ്വരലയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ദാസേട്ടനാണ്. ശ്രീ NN കൃഷ്ണദാസനെ ആദരവോടെ ക്ഷണിക്കുന്നു. യേശുദാസ് എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ദാസേട്ടന് ഈ മാസം 10-ാം തീയതി 84 വയസ്സ് തികയുകയാണ്. സഹസ്ര പൂർണിമ, അതായത് 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു, അതിനുള്ള ഭാഗ്യമുണ്ടായി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അദ്ദേഹത്തിന് 84 വയസ്സായി എന്നത് നമുക്ക് കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല. സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലയാളിയുടെ എല്ലാ മനുഷ്യവികാരങ്ങളും പാട്ടിലൂടെ നമുക്ക് ഭാവമാക്കി മാറ്റി തന്നത് ദാസേട്ടനാണ്. എല്ലാ വികാരങ്ങളും, ഒരു മനുഷ്യന് എന്തെല്ലാം തരത്തിലുള്ള ഹൃദയവികാരങ്ങളുണ്ടോ അത് മുഴുവൻ പാട്ടിലൂടെ പ്രകാശിപ്പിച്ചത് ദാസേട്ടനാണ്. എല്ലാം വിപ്ലവം, ഭക്തി, പ്രേമം, വിരഹം, ദുഃഖം, സന്തോഷം എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളിൽ, പാട്ടുഭാവങ്ങളിലൂടെ നമ്മളെ അനുഭവിപ്പിച്ചതാണ്. ദേശഭക്തി, പ്രണയിനിയേക്കാൾ വലുതാണ് എനിക്ക് എൻ്റെ ജന്മഭൂമി എന്ന് ദാസേട്ടൻ പാടി ഉയർത്തുമ്പോൾ ജ്വലിക്കാത്ത ഒരു രാജ്യസ്നേഹം ആർക്കും ഉണ്ടാവില്ല. എല്ലാം അങ്ങനെ മലയാളിയുടെ ഭാവം മാത്രമല്ല, ശരിക്കും ഭാഷ, ഏത് ഭാഷയും ആയിക്കോട്ടെ, ഭാഷയ്ക്ക് അതിൻ്റെ ലിപി, അതിൻ്റെ സാഹിത്യം, അഴക്, ഇതൊക്കെ ഓരോരുത്തരും പറയുമെങ്കിലും ഭാഷയ്ക്ക് ഒരു ശബ്ദം ഉണ്ടാവാറില്ല. എന്നാൽ മലയാള ഭാഷയ്ക്ക് ഒരു ശബ്ദം വേണം എന്ന് നിശ്ചയിച്ചാൽ കേരളത്തിലെ 3.5 കോടി മലയാളികൾ ഒറ്റ വോട്ടിൽ തീരുമാനിക്കുക ദാസേട്ടൻ്റെ ശബ്ദമാണ് മലയാളത്തിൻ്റെ ശബ്ദം എന്നതാണ്. അങ്ങനെ മലയാള ഭാഷയുടെ ശബ്ദമാണ്. അയ്യപ്പസ്വാമി എല്ലാ ദിവസവും ഉറങ്ങുന്നത് ഹരിവരാസനം കേട്ടിട്ടാണ്. ദാസേട്ടൻ പാടിയിട്ടുള്ള ഹരിവരാസനം കേട്ടിട്ടാണ് അയ്യപ്പസ്വാമി എല്ലാ ദിവസവും ഉറങ്ങുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ വിശ്വാസമുള്ളവർക്ക് വേണമെങ്കിൽ വിചാരിക്കാം, ശ്രീകൃഷ്ണന് ഒരു തുള്ളി ദുഃഖമേ ഉണ്ടാവുള്ളൂ. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം വന്ന് യേശുദാസന് എൻ്റെ മുമ്പിൽ നിന്ന് പാടാൻ സാധിച്ചിട്ടില്ലല്ലോ. മുമ്പിൽ നിന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലായിടത്തുണ്ടാവും, പക്ഷേ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് പാടാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയെല്ലാം ഏത് തരത്തിലും മലയാളിയുടെ എല്ലാ ഹൃദയവികാരങ്ങളും ഗാനമാക്കി, ഭാവമാക്കി അവതരിപ്പിച്ച ദാസേട്ടന് 84 വയസ്സ് തികയുന്നു എന്നുള്ളത് കേൾക്കാൻ അത്ര സുഖം തോന്നുന്നില്ല നമുക്ക്. 84 വയസ്സായി എന്നുള്ളത് ഒരു ഉത്കണ്ഠയോടുകൂടിയാണ് നമ്മൾ കേൾക്കുന്നത്. അത്ര പ്രിയങ്കരമാണ് യേശുദാസ് എന്ന മലയാളികളുടെ ദാസേട്ടൻ. അദ്ദേഹത്തിന് 10-ാം തീയതിയാണ് 84 വയസ്സ് തികയുക. അപ്പോൾ സ്വരലയ ഒരു ഗാനാർച്ചന, അതാണ് അദ്ദേഹത്തിന് നൽകാവുന്ന, ഈ സഹസ്ര പൂർണിമയിൽ അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയൊരു അർച്ചന അതാണ് എന്ന തോന്നലിൽ ആണ് സ്വരലയ ഇങ്ങനത്തെ ഈ ഒരു സംരംഭത്തിന് മുതിർന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ദാസേട്ടന് ഇനിയും ദീർഘകാലത്തേക്ക് ആയുരാരോഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചടങ്ങിനെത്തിയ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നമസ്കാരം. ദാസേട്ടന് നന്ദി. യേശുദാസ് അറ്റ് 84 ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകനും സംഗീതജ്ഞനുമായ ശ്രീ മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയാണ്. ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിൽ ഇരിക്കുന്ന സ്വരലയയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണദാസ് അവர்களே, സെക്രട്ടറി ശ്രീ അജയൻ അവர்களே, സാഹിത്യകാരനും സംഗീതം വളരെയധികം ആസ്വദിക്കുന്നതുമായ രഘുനാഥ് പാർലി അവர்களே, എൻ്റെ മറ്റൊരു പ്രിയപ്പെട്ട സുഹൃത്ത് പ്രൊഫസർ സംഗീതജ്ഞനുമായ
പ്രൊഫസർ മോഹൻദാസ്, അതിനൊക്കെ പുറമെ നേരത്തെ ശ്രീ അജയൻ സൂചിപ്പിച്ച പോലെ ഇതിന് ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സത്യൻ, പറയാതിരിക്കാൻ വയ്യ അദ്ദേഹത്തിന്. അത്രയധികം അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ ഡെഡിക്കേഷനോട് കൂടിയിട്ട് എൻ്റെ മുന്നിലിരിക്കുന്ന പാടാൻ വന്നിട്ടുള്ള വ്യക്തികളെ, സംഗീതജ്ഞരെ, മറ്റ് പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് വളരെ വിശദമായിട്ട് ശ്രീ അജയനും ശ്രീ കൃഷ്ണദാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് അധികമൊന്നും പറയാനില്ല. യേശുദാസിൻ്റെ ചില ക്വാളിറ്റീസ്, ഒന്നോ രണ്ടോ ക്വാളിറ്റീസ് നമുക്കറിയാവുന്നതാണ്, എങ്കിലും പറയാണ്. ഏതാണ്ട് ഒരു മാസം മുമ്പേ രാത്രി ഒരു 8 മണിയായപ്പോൾ എനിക്ക് തോന്നി ദാസേട്ടനെ ഒന്ന് വിളിച്ചളയാം, സംഗീതത്തിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു ഡാലാസിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് ഫോൺ എടുത്തത്. അദ്ദേഹം പറഞ്ഞു, ദാസേട്ടൻ താഴത്ത് പോയിരിക്കുകയാണ്, അവിടെ ചെറിയൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ഇടയ്ക്ക് കളിപ്പിക്കാൻ പോവും, ഞാൻ വന്ന ഉടനെ വിളിക്കാൻ പറയാം എന്ന് പറഞ്ഞ് വർത്തമാനമൊക്കെ ചോദിച്ചു. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ വിളിച്ചു. ഉണ്ണി വിളിച്ചിരുന്നില്ലേ ചോദിച്ചു. അതേ പറഞ്ഞു. വിശേഷിച്ചൊന്നും ഇല്ല ചോദിച്ചു. ഒന്നുമില്ല, ശബ്ദമൊന്നും കേൾക്കുക, സംഗീതത്തിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുക, അത് മാത്രമേ ഉള്ളൂ പറഞ്ഞു. എന്നാൽ ഞാൻ അങ്ങോട്ട് ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ ഓരോരോ ദിവസവും രാവിലെ ഓരോരോ രാഗങ്ങൾ എടുത്തിട്ട് അതിൽ പയറ്റി നോക്കുകയാണ്. കർണാടക സംഗീതമായാലും വിരോധമില്ല, ഹിന്ദുസ്ഥാനി സംഗീതമായാലും വിരോധമില്ല. ഇന്ന് എടുത്തിട്ടുള്ള രാഗം രാംകലി എന്ന് പറഞ്ഞിട്ടുള്ള രാഗമാണ്, ഹിന്ദുസ്ഥാനി രാഗമാണ്. ഞാനൊന്ന് പാടിത്തരട്ടെ ചോദിച്ചു. രാത്രി നമ്മുടെ ഒരു സമയം 9:30 ആയിരുന്നു. രാംകലി പാടി. അന്നേരം എന്നോട് പാടാൻ പറഞ്ഞു. അന്നേരം ഞാൻ പാടുമ്പോൾ പറഞ്ഞു, ആ മധ്യമം ഒന്നും കൂടി ഫോഴ്സ് ചെയ്ത് പാടൂ, ഷഡ്ജ് അവിടെ എത്തട്ടെ, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ പറഞ്ഞു. ഞാൻ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഞാൻ വലിയ ആളായിട്ട് പറയല്ല, എൻ്റെ ആവേശം കൊണ്ട് പറയാണ് എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ പാടി. തമിഴ് അറിയോ ചോദിച്ചു. ഉവ്വ് പറഞ്ഞു. എന്നാൽ ഒരു കീർത്തനുണ്ട് അതിൽ, മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഒരു കീർത്തനുണ്ട്. അത് നൊട്ടേഷനോട് കൂടിയിട്ട് രംഗരാമാനുജയങ്കാർ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ വാഗ്ഗേയകാരൻ എഴുതിയൊരു പുസ്തകത്തിലുണ്ട്. അതിൻ്റെ ഈ പെർട്ടിക്കുലർ പേജ് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നാളെ ഈ വാട്സാപ്പിൽ അയച്ചു തരാം, അത് പഠിച്ചോളൂ. ഒരു മഹാവിദ്വാൻ പാടിയിട്ടുള്ള ഇതിലത്തെ പാട്ട്, രാംകലിയിലത്തെ പാട്ട്, അതും അയച്ചു തരാം. അതും പഠിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് 2 ആൾ കൂടി ഇതിരുന്ന് പാടാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ദാസേട്ടൻ ഒരുപാടല്ല, എത്രയോ ആയിരക്കണക്കിൽ സിനിമാ പാട്ടുകൾ പാടിയിട്ടുണ്ട്, കർണാടക സംഗീത കച്ചേരികൾ നടത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെറിയ കാര്യം പറയുകയാണ്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. ഞാൻ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ പഠിക്കുമ്പോൾ, അതോ തൃപ്പൂണിത്തറ ഓർമ്മയില്ല, ഈ മോഹനരാഗത്തിൽ നമുക്കൊക്കെ അറിയാതെ, സംഗീതം പഠിച്ചവരൊക്കെ അറിയാം, ഗപദ സദാ പഗരേ, അതിൻ്റെ ഇടയിൽ അറിയാണ്ട് കാകലി നിഷാദത്തിൻ്റെ ഒരു ടച്ച് വരും ചിലപ്പോൾ. കുറ്റമല്ല, രാഗം പാമക അങ്ങനെ പറഞ്ഞ മോഹന കല്യാണി അതല്ല, ഇത്. അപ്പോൾ അതിങ്ങനെ സംശയം മനസ്സിൽ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പഴയ ഒരു ട്രൗസറും ഇതൊക്കെ എടുത്തിട്ട് ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഗുരുനാഥനോട് ചോദിച്ചു, ഗുരുനാഥ, ഇങ്ങനെ മോഹന രാഗം പാടുമ്പോൾ അറിയാണ്ട് ഒരു കാകലി നിഷാദത്തിൻ്റെ ടച്ച് വരണത് എന്താ അഭിപ്രായം ചോദിച്ചു. അവിടുന്ന് അദ്ദേഹം ഭയങ്കര ചൂടായി ഇത്രേ. ഞാൻ എന്നോട് പറഞ്ഞു, പേരൊന്നും ഞാൻ പറയില്ല, അവരോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, നീ പോയി പുറത്ത് പോയി നിൽക്ക് പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം കോളേജ് വിടണവരെ ക്ലാസ്സിൽ നിന്ന് പുറത്ത് നിൽക്കുകയാണ് ഇത് ചോദിച്ചേന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദാസേട്ട അങ്ങനെ അല്ലല്ലോ വേണ്ടത്, ഇതൊരു ജെന്യുവനായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇത് ചോദിച്ചാൽ ആ ഗുരുനാഥൻ ആരായാലും അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്. അപ്രീഷിയേറ്റ് ചെയ്യണോ വേണ്ടത്, പക്ഷേ എൻ്റെ ഇങ്ങനെയാണ് ഉണ്ടായത്. ഏതായാലും അതിനെക്കുറിച്ചല്ല പറയണത്. ഞാനിപ്പോൾ ഓരോരോ ദിവസവും രാവിലെ എണീറ്റാൽ ഈ സംഗീത ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് നിരത്തി ദീക്ഷിതര, ശ്യാമശാസ്ത്രികളെ, ത്യാഗരാജസ്വാമികളെ, സ്വാതി തിരുനാൾ, തമിഴ്നാട്ടിലത്തെ, അതുപോലെ ഹിന്ദിയിലത്തെ അവരുടെയൊക്കെ പാട്ടുകൾ പഠിക്കുകയാണ്, ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ പ്രഭേനെ ചിലപ്പോൾ പറയും, ഇതെന്താ ഇത് എത്ര കാലം പാടിയില്ല, ഇനിയിപ്പോഴും പഠിക്കുകയാണോ? അപ്പോൾ അദ്ദേഹം പറയത്രേ, സംഗീതം എത്ര ജന്മം എത്ര കാലം പഠിച്ചിട്ടും ഞാൻ എവിടെയോ ദൂരത്താണ്. അത് വെറുതെ പറയല്ല, എന്നോടും പറഞ്ഞു, വെറുതെ പറയല്ല, സംഗീതത്തിൻ്റെ എവിടെയും എത്താൻ പറ്റിയിട്ടില്ല, വളരെ ദൂരത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിനിമാ പാട്ട് പാടിയോണ്ട് കർണാടക സംഗീതത്തിലെ കച്ചേരികൾക്ക് പാടുമ്പോൾ എന്തെങ്കിലും ഒരു പ്ലസ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പം അദ്ദേഹം പറഞ്ഞു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. സിനിമാ പാട്ടിൽ മൈക്രോ ടോൺസിലുള്ള നോട്ട്സൊക്കെ വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് രവീന്ദ്രജയൻ ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തരത്തിലുള്ള വളവും തിരിവൊക്കെ ആയിട്ടുള്ള പാട്ടുകളായിരിക്കും വരിക. ഇവിടെ രവി കമ്പോസ് ചെയ്യുമ്പോൾ വേറെ തരത്തിലായിരിക്കും, MS വിശ്വനാഥൻ കമ്പോസ് ചെയ്യുമ്പോൾ വേറെ തരത്തിലായിരിക്കും, സ്വാമി കമ്പോസ് ചെയ്യുമ്പോൾ വേറെ തരത്തിലായിരിക്കും, ദേവരാജൻ മാസ്റ്റർ കമ്പോസ് ചെയ്യുമ്പോൾ വേറെ തരത്തിൽ. ഇതൊക്കെ നമ്മൾ അതുപോലെ പാടണം. അല്ലെങ്കിൽ എന്ത് പറയും, മാഷേ എനിക്ക് അങ്ങ് പറഞ്ഞു തന്നതിലത്തെ കുറേ ഭാഗമൊക്കെ ഞാൻ പാടാം, ഈ ഭാഗം എനിക്ക് മുഴുവൻ പറ്റില്ല, അപ്പോൾ അത് എൻ്റെ സ്റ്റൈലിൽ പാടിക്കോട്ടെ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അവർ പാടണ ഡിറ്റോ പാടണ്ടേ, അല്ലെങ്കിൽ ഇതാവില്ല. അപ്പോൾ അതിനു വേണ്ടി കഠിനമായിട്ട് അധ്വാനിക്കും. ആ മൈക്രോ ടോൺസ്, അത് ഒരു മെച്ചം സിനിമാ സംഗീതം പാടിയോണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അടിസ്ഥാന സംഗീതം ശാസ്ത്രീയ സംഗീതം കർണാടക സംഗീതം തന്നെയാണ്. കാരണം ആ രാഗങ്ങളിൽ ബേസ് ചെയ്തിട്ട് പാടിയെക്കൊണ്ടാണ് സിനിമാ പാട്ട് കുറച്ചെങ്കിലും എളുപ്പത്തിൽ പാടാൻ എനിക്ക് സാധിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു പുതിയ തലമുറയോട് എന്തെങ്കിലും പറയാണ്ടോ ദാസേട്ടനെ വെച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും പറയാം, വേറൊന്നുമല്ല. കുറച്ച് അഹങ്കാരം പുതിയ തലമുറയിൽ പലർക്കും ഉണ്ടോ സംശയം. ഒരു 2-3 പ്രോഗ്രാമൊക്കെ നടത്തി ഒരു ലൈവ് ഷോയിലൊക്കെ വന്നാൽ സംഗീതം പഠിച്ച് ഞാൻ വലിയ ആളായി എന്ന് ഒരു ചിന്ത പലർക്കും വരുന്നുണ്ട്. അത് പാടില്ല. സംഗീതത്തിനെ വളരെ വിനയത്തോടു കൂടിയിട്ട് സമീപിക്കണം, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് സാധകം ചെയ്യണം. അപ്പം ഞാൻ തന്നെ, അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ കച്ചേരിക്ക് ഇരിക്കുമ്പോൾ വിറച്ചിട്ടായിരിക്കുക ഇപ്പോൾ കൂടി. കാരണം തമ്പുരു ശ്രുതി ഇട്ടാൽ ഈ ശ്രുതിയിൽ എൻ്റെ ശബ്ദം ശരിക്കും നിൽക്കുന്നുണ്ടോ, ഷഡ്ജം പിടിച്ചാൽ ആ സാധന റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടോ, അതോ അതിന്ന് ലേശം കൂടുതലോ കുറവോ വരുന്നുണ്ടോ, അങ്ങനെ പേടിച്ചിട്ടാണ് പാടുന്നത്. അപ്പോൾ ആ പേടി നമുക്ക് വേണം. കാരണം അത്ര ഗൗരവമായിട്ടൊരു ആർട്ടാണ് നമ്മൾ ചെയ്യണത്. അതുകൊണ്ട് അതിൻ്റെ സ്വഭാവശുദ്ധി നമുക്ക് വേണം. അഹങ്കാരം ഉണ്ടാവാനേ പാടില്ല. എല്ലാവരെയും സ്നേഹിക്കണം എന്നൊക്കെ ഒരുപാട് നേരം, ഒരു രാത്രി ഒരു 11:30 മണി വരെ ഏതാണ്ട് അദ്ദേഹം പാടിത്തന്നു. പല രാഗങ്ങളും പാടിത്തന്നു. ഷൺമുഖപ്രിയ രാഗം പാടുമ്പോഴത്തെ പ്രത്യേകതകൾ പറഞ്ഞു തന്നു. കനകാംഗി എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ മേളകർത്ത രാഗ, ഒന്നാമത്തെ മേളകർത്ത രാഗം പാടുമ്പോൾ അതിലൊരു കീർത്തനം, ദീക്ഷകീർത്തനം അദ്ദേഹം പാടിത്തന്നു. ഇങ്ങനെ ഓരോ രാഗങ്ങളും പാടുമ്പോഴത്തെ പ്രത്യേകത, ഹരഹരപ്രിയ രാഗത്തിൻ്റെ പ്രത്യേകത, കീരവാണിയും ഹരഹരപ്രിയയും കൂടിയുള്ള വ്യത്യാസങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ പറയണത് എന്താ അറിയോ, അദ്ദേഹത്തിൻ്റെ ഈ പാടുന്ന കുട്ടികൾ, ഇവിടെ കുട്ടികളെ പറയുക, ആരൊക്കെ വയസ്സായിട്ടുള്ള ആൾക്കാരും പാടുന്നുണ്ടാവും. എല്ലാവരും നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം സംഗീതത്തിനെ ആരാധിക്കുക. ഇത്രയും മഹാനായിട്ടുള്ളൊരു യേശുദാസ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മളാരുമല്ല, എത്ര പ്രാക്ടീസ് ചെയ്താലും പിന്നെ അപ്പുറത്താണ് പെർഫെക്ഷൻ എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അദ്ദേഹത്തിൻ്റെ 84ാം പിറന്നാളാണ് ഈ 10-ാം തീയതി. അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാ മംഗളങ്ങളും ഇനിയും ധാരാളം ഉണ്ടാവട്ടെ. ഒരുപാട് വർഷം അദ്ദേഹം ഇനിയും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ ആരോഗ്യത്തോടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ വീട് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ് 1983. അന്ന് പാടിയിട്ടുള്ള 2 വരി മാത്രം പാടാം. അദ്ദേഹത്തിനെ വിളിച്ചേ ഉള്ളൂ, എൻ്റെ വീട് ഒന്ന് ഉദ്ഘാടനം ഒരു പാട്ട് പാടി ഉദ്ഘാടനം ചെയ്യണം. ബ്രാഹ്മണൻ പൂജിച്ചാലേ പൂജയാവൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നല്ല വ്യക്തികളൊക്കെ ബ്രാഹ്മണർ തന്നെയാണ്. അപ്പോൾ അങ്ങ് വന്നിട്ട് ഒരു പാട്ട് പാടിയാൽ വിളക്കുളത്തിയാൽ നന്നായി. അദ്ദേഹം അത് കാര്യമായിട്ട് കണക്കിലെടുത്ത് വൈകുന്നേരം വന്ന് വീട്ടിൽ മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല, പാടി ഒരു പാട്ടുണ്ട്. അതിൻ്റെ 2 വരി നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാട്ട്? മംഗളദർശന ദായികേ മായാ ചിത്രവിധായികേ മൂകാംബികേ ദേവി മൂകാംബികേ തരുമോ തിരുഹൃദയത്തിൻ തിരുമധുരം ദേവി മൂകാംബികേ. കേരള നാട്ടിലെ കാലടി മണ്ണിലെ കവിയുടെ ദേവത നീയല്ലേ,
അദ്വൈതലഹരിയിൽ അമൃതം പകരും ആനന്ദ ചന്ദ്രിക നീയല്ലേ ദേവി മൂകാംബികേ മംഗളദർശന ദായികേ മായാ ചിത്രവിധായികേ മൂകാംബികേ ദേവി മൂകാംബികേ ഇവിടെ വന്നു നിന്ന് രണ്ട് വാക്ക് പറയാൻ അവസരം തന്ന കൃഷ്ണദാസ്, അജിയൻ, സത്യൻ, എല്ലാവരുടെ പേരും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഞാനിതിൻ്റെ മെമ്പർ തന്നെയാണ്, സ്വരയത്ത ആൾ തന്നെയാണ് ഞാൻ. എങ്കിലും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരാശംസകൾ ലേശം വഴികിയാലും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി സവിനയം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ, താങ്ക് യു. അടുത്തായി നമ്മൾ സംസാരിക്കുന്നത് എഴുത്തുകാരനും നിരൂപകനും പ്രഭാഷണമായ ശ്രീ രഘുനാഥൻ പറളിയാണ്. രഘുനാഥൻ പറളിയെ ക്ഷണിക്കുന്നു. വേദിയിൽ സരളയുടെ അധ്യക്ഷനും ഇപ്പോൾ വേദിയുടെ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ എം കൃഷ്ണദാസ് ദാസേട്ടൻ, സരളയ സെക്രട്ടറി കൂടി അജയൻ സാർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ സംഗീതജ്ഞൻ മണ്ണൂർ രാജമണി സാർ, മോഹൻദാസ് സാർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ളവരെ, ദീർഘമായ വാക്കുകൾക്ക് ഇങ്ങനെ ഒരു വേദിയിൽ പ്രസക്തിയില്ല. പ്രഭാഷണത്തിനും പാട്ടുകൾ വരാനിരിക്കുന്നു, പാടാൻ ആളുകൾ തയ്യാറായിരിക്കുന്നു. എങ്കിൽ പോലും ഈ കാര്യം 84-ാം ജന്മദിനം, ജനുവരി 10-നാണല്ലോ അദ്ദേഹത്തിൻ്റെ ജന്മദിനം, ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഈ വാർത്ത കണ്ടപ്പോൾ ഒരു ചെറിയ കുറിപ്പ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പാലക്കാട് ഒരു പരിപാടി നടക്കുന്നതിൻ്റെ ആ പത്രക്കുറിപ്പ് സഹിതം ഇട്ടപ്പോൾ എനിക്ക് കൗതുകമുണ്ടാക്കുന്ന ഇതോ 3-4 ഫോൺ കോളുകൾ വന്നു. പല ജില്ലകളിലുള്ളവരാണ്. ഒരുപക്ഷെ പാലക്കാട് നിന്ന് നമ്മളിതങ്ങനെ നയിക്കുന്നു, ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരു സംഗതി പാലക്കാട് നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആ ഒരു സന്തോഷം പല ആളുകളും പങ്കിട്ടതാണ് ഏറ്റവും സന്തോഷകരമായി തോന്നിയത്. അപ്പോൾ അതൊരു ആളുകൾ, പ്രത്യേകിച്ചും ഞാൻ ഇവിടെ ഊന്നി പറയാൻ ശ്രമിച്ചത് സ്വരലയും പാലക്കാടും ഇങ്ങനെ ഒരു പരിപാടിയുടെ ആമുഖമായി ഇതിനു മുൻപേ തന്നെ ഇങ്ങനൊരു പരിപാടി ഈ 84-ാം ജന്മദിനത്തിൻ്റെ അത് സമാഗതമാകുന്ന വേളയിൽ യേശുദാസ് എന്ന അപൂർവ കലാപ്രതിഭയെ പ്രത്യേകമായി ഉള്ള റിഗാർഡ് കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ചടങ്ങ് നടത്തുന്നതിൻ്റെ കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും എത്ര പാട്ടുകൾ യേശുദാസിൻ്റേതായി ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇത് ബുദ്ധിമുട്ടാണ്, പറയാൻ കഴിയില്ല. അതിലെ മികച്ച പാട്ടുകൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ചോയ്സ് എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല, വളരെ സങ്കീർണമാണ്. അതിൻ്റെ അർത്ഥം സ്വാഭാവികമായും ഒരു ഘട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ ഈ ആകാശവാണിയിൽ ഞാൻ ഇന്നലെ ഒരു 2 വരി അതാണ് എഴുതിയിരുന്നത്, റേഡിയോയിൽ മാത്രം ഗാനമാലപിച്ചത് അല്ലെങ്കിൽ പാട്ടുപാടിയത് യേശുദാസ് എന്ന് ചെറുപ്പത്തിൽ നിരന്തരം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തിയായിട്ട് യേശുദാസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. വളരെ ചെറുപ്പത്തിൽ ഒരു അഭൗമമായ, അനന്യമായ, അപൂർവമായ ശബ്ദമായി, ഗാനമായി മാത്രമാണ് ആദ്യം യേശുദാസ് എന്ന ഈ നാമം മനസ്സിലാകുന്നത്. പിന്നെയാണ് അത് ഗായകനാണ്, ഒരു വ്യക്തിയാണെന്നൊക്കെ പിന്നീട് മനസ്സിലാകുന്നത്. ഞാൻ നമ്മളുടെ ഈ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പാട്ട് ആദ്യം കേട്ടു തുടങ്ങുന്നതിൻ്റെ ഓർമ്മ പറയുകയാണ്. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പെലെ മരിച്ചിട്ട് 1 വർഷം ആയി. ഇന്നലെ ബ്രസീലിൻ്റെ ഫുട്ബോളിനെ ആകെ നിർണയിച്ച മറ്റൊരു താരം കൂടി അന്തരിച്ചു, അത് മരിയോ സഗാലോ ആണ്. ഞാൻ പറയാൻ കാരണം പെലെ കുറിച്ച് എഴുതുമ്പോൾ പെലെ ഒരു ഫുട്ബോൾ കാലാവസ്ഥയാണ് എന്ന് പറയുകയുണ്ടായി. എന്ന് പറഞ്ഞ പോലെ മലയാളിയെ സംബന്ധിച്ച് നമ്മുടെ സംഗീത കാലാവസ്ഥയാണ് യേശുദാസ്. അതിൽ വയലാർ, ദേവരാജൻ പോലുള്ള മഹാപ്രതിഭകൾ എല്ലാം ഘടകങ്ങളായി ഈ കാലാവസ്ഥ നിർണ്ണയിച്ചുകൊണ്ടിരുന്നു. എന്ന് പറയുന്ന പോലെ ഈ സംഗീതം, കളിയിലെ സംഗീതം എന്ന് പറയുന്ന ബ്രസീലിൻ്റെ പെലെയും സഗാലയും ഒക്കെ ചേർന്ന കാലാവസ്ഥ ഫുട്ബോളിൻ്റെ സംഗീതം നിർണയിച്ച ഒരു കാലാവസ്ഥയും കാലവുമാണ്. അതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നു ഈ യേശുദാസ് എന്ന നമ്മുടെ കാലാവസ്ഥ, നിത്യമായ കാലാവസ്ഥ. അത്
വയലാർ ദേവരാജൻ പോലുള്ള വലിയ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട കാലാവസ്ഥ, നമ്മുടെ ചിരസ്ഥായിയായ ഭാവവും ശബ്ദവും, ആഫ്റ്റർ ആൾ സത്യം പറഞ്ഞാൽ സംഗീതത്തിൻ്റെ പര്യായം തന്നെയായ യേശുദാസ് നിലകൊള്ളുന്നു. മലയാളിയുടെ എക്കാലത്തെയും നിത്യമായ മാനദണ്ഡമായി യേശുദാസ് ഉണ്ടാകുന്നു എന്നതാണ് സുപ്രധാനമായ കാര്യം. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകാൻ അതിൻ്റെ ഭാഗമായി ഇവിടെ വന്ന് രണ്ടു വാക്ക് പറയാനും കഴിഞ്ഞുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി, സ്നേഹം. രഘുമാഷ്ക്ക് നന്ദി. യേശുദാസ് അറ്റ് 84 ആമുഖമായി നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ പി സത്യനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അജയൻ സാറ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 15 ദിവസം നടന്നു വന്നിരുന്ന ആ പരിപാടി വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും കൂടെ നിന്നതിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇന്നത്തെ മുഴുവൻ പരിപാടിയും നമ്മൾ എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. അതും കൂടി ഞാൻ അറിയിച്ചുകൊണ്ടാണ്. നമ്മളാണ് ഈ പ്രോഗ്രാം ഇവിടെ പ്ലാൻ ചെയ്തത്. എല്ലാവരും ചേർന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ 84 പാട്ടുകളാണ് നമ്മുടെ ഇവിടെ. നമ്മൾ ചർച്ചകൾ ഒരുപാട് നമ്മൾ ഫോണിലൂടെയൊക്കെ ഡിസ്കസ് ചെയ്തു, ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുള്ളത്, ചിലവർക്ക് ഒരു പാട്ടായിരിക്കും, ചിലവർക്ക് ഡ്യുവറ്റ് മാത്രമായിരിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം പാട്ടുകളിലൂടെ ഫുൾ ഡേ, മുഴുവൻ ദിവസവും പാട്ടുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അപ്പോൾ ഒരു പാട്ട് കഴിഞ്ഞാലും എല്ലാവരുടെയും പാട്ട് കേൾക്കണം എന്നൊരു അഭ്യർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. കാരണം ദാസേട്ടന് 84 വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, തീരെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ദാസേട്ടനെ എത്രത്തോളം നമുക്ക് ചെറുപ്പമാക്കാൻ പറ്റും ആ ദിവസങ്ങൾ ഇനിയും നമ്മൾ ഇതുപോലുള്ള പരിപാടികൾ ചെയ്യും. 85, 86, 100 വയസ്സ് വരെ നമ്മൾ, 100 വയസ്സല്ല അതിൻ്റെ അപ്പുറത്തേക്കും അത്രയും പാട്ടുകൾ നമ്മൾ ചെയ്യാൻ അനുവാദം തരണം എന്ന് രണ്ടുപേരോടും എല്ലാവരോടും ചോദിക്കുകയാണ്. വലിയ പരിപാടി 121 പാട്ടുകളാണ് നമ്മൾ ലൈവിൽ ചെയ്തത്, നോൺ സ്റ്റോപ്പ് 121. അപ്പോൾ ഇത്രയും വേഗം നമ്മൾ പാട്ടുകളിലേക്ക് കടക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇവിടെ വേദിയിലുള്ള എല്ലാവർക്കും, ഉണ്ണിയേട്ടൻ, രഘുജി, മോഹൻദാസ്ജി, ഡോക്ടർ നന്ദകുമാർ വന്ന് വെൽക്കം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയും. നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡോക്ടർ നന്ദകുമാറിനെ ക്ഷണിക്കുന്നു. നമ്മളുടെ ഒരു ഭാഗമാണ് ബൽറാം ഇപ്പോൾ വലിയ പരിപാടികളിലൂടെ ഇങ്ങനെ ആകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങളിലൊന്ന് സഹായിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, അദ്ദേഹം വളർന്നു വന്നൊരു ചുറ്റുപാടിൽ നിന്ന് ഈ സംഗീതത്തിൻ്റെ പുതിയ ചക്രവാളത്തിലേക്ക് കയറുകയാണ്. അപ്പം ഇന്ന് അദ്ദേഹത്തിന് നമ്മൾ ഇവിടെ വെച്ചിട്ട് അനുമോദിക്കുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്കുള്ള നമ്മുടെ സ്വർലയുടെ റിലീസിന് സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിവിടെ സ്വർലയ നൽകും എന്നുള്ള കാര്യം നമ്മളറിയാം. അജയൻ സാർക്ക് നന്ദി. അടുത്തത് നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ നന്ദകുമാറിനെ ക്ഷണിക്കുന്നു. ഇത്രയും ബഹുമാന്യനായ അജയൻ സാർ, ദാസേട്ടൻ, ഉണ്ണിയങ്ങൾ, അതുപോലെ വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദാസേട്ടനെക്കുറിച്ച് ഞാൻ എന്തു പറയാൻ. ഇങ്ങനൊരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ കിട്ടുന്നത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ മലയാള ഭാഷയുടെ സൗന്ദര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചത് ആ ശബ്ദത്തിലൂടെയാണ്. 60കൾക്ക് മുൻപ് മറ്റു ഭാഷാ ഗായകർ മലയാള ഭാഷയെ പലതരത്തിൽ ഉച്ചരിച്ച് ഗാനങ്ങൾ പാടിയിരുന്നൊരു കാലഘട്ടത്തിൽ ഉച്ചാരണ ശുദ്ധിയുടെ പ്രാധാന്യവും നമ്മളെ ആദ്യമായിട്ട് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മൾ കേട്ട് ശീലിച്ചത് ആ ശബ്ദത്തിലൂടെയാണ്. ആലാപനത്തിനുള്ളിലെ വികാര പ്രകടനം അതെങ്ങനെയാണെന്ന് നമുക്ക് മാതൃകയാകുന്ന ആ ശബ്ദത്തിലൂടെയാണ്. ഇന്ന് പലരും നമ്മൾ പറയുന്ന ഫീൽ എന്ന് പറഞ്ഞ സാധനം സംഗീതത്തിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ വളരെ കഷ്ടപ്പെട്ട് വികാരനിർഭരിതരായിട്ടാണ് അവർ പാടുന്നത്. അതിന് പകരം ആ വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു വികാരം എന്താണോ അത് അതേപടി നമ്മൾ ഉള്ളിലേക്ക് കടത്തിവിടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല. അത്രയധികം അദ്ദേഹത്തിൻ്റെ സംഭാവന സംഗീതത്തിന് അദ്ദേഹം നൽകിയിട്ടുണ്ട്.
ഏതൊരു മലയാളിയും എപ്പോഴും പറയുന്ന പോലെ കേട്ടുണരുന്നതും കേട്ടുറങ്ങുന്നതും ആ ശബ്ദത്തിലൂടെയാണ്. ഇന്ന് ഈ അവസരത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിലും എനിക്ക് പാടാൻ സാധിക്കുന്നതിലും വളരെ സന്തോഷം. ഒന്നുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ഈ യോഗത്തിന് ഔപചാരികമായി നന്ദി പറയുന്നത് പ്രൊഫസർ കെ മോഹൻദാസ് ആണ്. ക്ഷണിക്കുന്നു. വ്യത്യസ്തമായ കലാപരിപാടികളിലൂടെ കലാകാരികളെയും കലാകാരന്മാരെയും ആദരിക്കുന്നതിലൂടെ 25 വർഷം പൂർത്തിയാക്കി ലോകപ്രശസ്തി തന്നെ ഏറ്റുവാങ്ങിയ സുരലയ ഇന്നിവിടെ വീണ്ടും ശ്രീ യേശുദാസിനെ ആദരിക്കുന്ന പരിപാടി അവതരിപ്പിക്കുകയാണ്. ശ്രീ കൃഷ്ണദാസ് സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്. ഞാനൊരു പ്രശസ്തമായ ഇംഗ്ലീഷ് കവിതയുടെ 2 വരി പറയുകയാണ്. മ്യൂസിക് വെൻ സോഫ്റ്റ് വോയിസസ് ഡൈ വൈബ്രേറ്റ്സ് ഇൻ ദ മെമ്മറി എന്നാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അലയടിക്കുന്ന ശബ്ദമാണ് അദ്ദേഹത്തിൻ്റേത്. ഉണ്ണിയേട്ടൻ സൂചിപ്പിച്ചത് മോഹനരാഗത്തിൻ്റെ കാര്യം. അതൊരു ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു പെൻറ്റാട്ടോണിക് സ്കെയിൽ വരുമ്പോൾ സ്വരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് 5 സ്വരങ്ങളിൽ വർജ്യസ്വരങ്ങളിൽ കൂടി ഒന്ന് ഗ്ലൈഡ് ചെയ്ത് പോകുന്ന. അപ്പം ഞാൻ ഓർത്തത് മൊസാർട്ട് എന്നുള്ള പ്രശസ്ത യൂറോപ്യൻ സംഗീതജ്ഞൻ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് മ്യൂസിക് ഈസ് ആസ് മച്ച് അബൌട്ട് ദ സൈലൻസ് ബിറ്റ്വീൻ ദ നോട്ട്സ് ആസ് ദ നോട്ട്സ് ദംസെൽവ്സ് എന്നാണ്. അപ്പോൾ ആ സൈലൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം സ്വരങ്ങൾക്കിടയിലുള്ളത്, അതൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇതൊരു ക്ലാസ് പോലെ കൂടിയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ മണ്ണൂർ രാജകുമാരനുണ്ണിക്ക് നന്ദി പറയുന്നു. ആശംസകൾ അർപ്പിച്ച ഭാവിയുടെ ഭാവന ശ്രീ രഘുനാഥ് പറളി, ഡോക്ടർ നന്ദകുമാർ, സുരലയുടെ പ്രസിഡൻറ്റ് ശ്രീ കൃഷ്ണദാസ്, സെക്രട്ടറി ശ്രീ TR അജയൻ, പിന്നെ സത്യൻ, ഗോപിക, ബൽറാം ടീം. സത്യനോട് ഇപ്പം എങ്ങനെയാണ് നന്ദി പറയുക? സത്യൻ നമ്മുടെ അവിഭാജ്യ ഘടകമാണ് സുരലയുടെ എല്ലാ സംഗീത പരിപാടിയിലും. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പിന്നെ നിങ്ങളെല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ മഹത് വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് 64 ഗായകർ ചേർന്ന് ആലപിക്കുന്ന 84 ഗാനോപഹാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ ഗാനത്തിലേക്ക് കടക്കാം. ആദ്യ ഗാനം കമലദളം എന്ന ചിത്രത്തിൽ നിന്നും സുമുഹൂർത്തമായി എന്ന ഗാനം ആലപിക്കുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബൽറാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. സ്റ്റാർ സിംഗർ സീസൺ 9 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ 9 കണ്ടസ്റ്റൻ്റാണ് ബൽറാം. എല്ലാവരും എനിക്കറിയുന്നവർ തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു ദാസേട്ടന് 84 വയസ്സായി എന്ന് നമുക്ക് പറയാം. പക്ഷേ 84 വർഷം എന്നുള്ളത് വലിയൊരു സമയമാണ്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇത്രയും പേര് ഇവിടെ എത്തിച്ചില്ലേ. സംഗീതം കൊണ്ടാണ് ഈ 84 വർഷം അദ്ദേഹം കൊണ്ടുപോയതും നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചതും സംഗീതമാണ്. ആ സംഗീതത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഞാനിവിടെ ആദ്യത്തെ ഗാനം ആലപിക്കുകയാണ്. സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുമിൻ രാമസാമ്രാജ്യമേ, ദേവകളെ മാമുനിമാരെ, സ്നേഹതാരങ്ങളെ, സ്വപ്നങ്ങളെ, പൂക്കളെ, വിടയാകുമീ വേളയിൽ സ്വസ്തി
സ്വസ്തി സ്വസ്തി. ത്രയംബകം വില്ലുടിയും മംഗളദുന്ദുഭീനാദവുമായി മിഥിലാപുരിയിലെ മൺകിടാവിൻ രാജകലയുടെ വാമാങ്കമേകിയ കോസല രാജകുമാര സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിന് മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു? ആത്മനിവേദനമറിയാതെ എന്തിന് മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു? രാഗചൂടാമണി ചെങ്കോൽ തുരുമ്പിലങ്ങെന്തിനു വെറുതെ പതിച്ചു വെച്ചു കോസല രാജകുമാര? എന്നെ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര എന്നും ആ സങ്കൽപ്പ പാദപത്മങ്ങളിൽ തല ചായ്ച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ ഉറങ്ങിയുള്ളൂ. പിടയ്ക്കുന്നു പ്രാണൻ വിതുമ്പുന്നു ശോകാന്തരാമായണം ദിഗന്ധങ്ങളിൽ മയങ്ങുന്നിതാശാപാശങ്ങൾ അധർമ്മം നടുങ്ങുന്നു മാർത്താണ്ഡ പൗരുഷം രാമശിലയായി കറുത്തുവോ കൽപ്പാന്തവാരിയിൽ. അമ്മേ സർവസഹയ അമ്മേ രത്നഗർഭയാ അമ്മേ ത്രേതായുഗത്തിൻ്റെ കണ്ണുനീർമുത്തിനെ നെഞ്ചോടു ചേർത്തു ഉണർന്നെടുക്കൂ. സ്വസ്തി സ്വസ്തി സ്വസ്തി. ആനന്ദനം
ആനന്ദം തനം ആനന്ദം തനം ആനന്ദനും തുന്തതാക ആനന്ദനും തുന്തത താങ്ക് യു ബൽറാം. അടുത്തതായി ദോസ്ത് എന്ന ചിത്രത്തിൽ നിന്നും എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകിയ കിളിപ്പെണ്ണെ എന്ന ഗാനം ആലപിക്കുന്നു വിമോജ് ആൻഡ് മീനാക്ഷി. കിളിപ്പെണ്ണേ നിലാവിൻ കൂടാരം കണ്ടില്ലേ, വിളിച്ചാൽ പോരില്ലേ, തുളുമ്പും പ്രായമല്ലേ, ചിലമ്പിൻ താളമില്ലേ, ചിരിക്കാൻ നേരമില്ലേ, നാലിൻ കൊമ്പത്തു ഞാനാടില്ലേ. കിനാവിൻ താമ്പാടം തന്നില്ലേ. ഓ കിരിമുറിയാതെ പെയ്തൊരു സ്നേഹം പുലരിപ്പുഴകളിൽ സംഗീതമായി, തിരിമുറിയാതെ പെയ്തൊരു സ്നേഹം പുലരിപ്പുഴകളിൽ സംഗീതമായി, മിഴിച്ചന്തം ഒളിച്ചന്തം ചിരിച്ചന്തം പൂമഴയ്ക്ക് കിളിപ്പെണ്ണേ നിലാവിൻ കൂടാരം തന്നില്ലേ, കിനാവിൻ താമ്പാളം തന്നില്ലേ. ഓ വഴിയറിയാതെ വന്ന വസന്തം കളവക്കുയിലിന് താലിപ്പൂ നൽകി, കനകത്തിടമ്പിന് കണ്ണാടി നൽകി, ഇനി മാമ്പൂവോ തേൻപൂവോ മാറനി പൂജിക്കാൻ ഈ മണ്ണിൽ ദൈവങ്ങൾ ഓരോ മുത്തം വാരിത്തൂന്നു. വിളിച്ചാൽ പോരില്ലേ, തുളുമ്പും പ്രായമല്ലേ, ചിലമ്പിൻ താളമില്ലേ, ചിരിക്കാൻ
വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലീൽ ചൗധരി ഇണം നൽകിയ തോമസ് ഡിഹ എന്ന ചിത്രത്തിൽ നിന്നും വൃശ്ചികപ്പെണ്ണെ വേലിപ്പെണ്ണെ എന്ന ഗാനം ആലപിക്കുന്നു മുരളി പനങ്ങാട് ആൻഡ് ദേവപ്രിയ. വൃശ്ചികപ്പെണ്ണെ വേലിപ്പെണ്ണെ വെറ്റില പാക്കുണ്ടോ വൃശ്ചികപ്പെണ്ണെ വേലിപ്പെണ്ണെ വെറ്റില പാക്കുണ്ടോ ഇല്ലത്തോളം വന്നാൽ നിന്റെ ചെല്ലമെനിക്കല്ലേ കന്നി വെറ്റില തെച്ചു തെറുത്തു നീ കയ്യിൽ തരുകില്ലേ നിന്റെ വടക്കിന് കെട്ടിനുള്ളിൽ എന്നും തനിച്ചല്ലേ നീ എന്നും തനിച്ചല്ലേ കറുകം പൂവും പൊന്നേലസം കന്നിപ്പെണ്ണിന്ന് കന്നിപ്പെണ്ണിന്ന് കന്നിപ്പെണ്ണായി നിന്നാൽ മന്ത്രക്കോടിയിൽ മൂടും ഞാൻ പിന്നെ നിന്റെ മാറി മയങ്ങും പൂണൂലാകും ഞാൻ നിന്റെ യൗവന പൂക്കൾക്കുള്ളിൽ എന്നും നിറയും ഞാൻ എന്നും നിറയും ഞാൻ വൃശ്ചികപ്പെണ്ണെ വേലിപ്പെണ്ണെ വെറ്റില പാക്കുണ്ടോ വൃശ്ചികപ്പെണ്ണെ വേലിപ്പെണ്ണെ വെറ്റില പാക്കുണ്ടോ അടുത്തതായി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം നൽകിയ യുവജനോത്സവം എന്ന ചിത്രത്തിൽ നിന്നും ഇന്നും എൻ്റെ കണ്ണുനീരിൽ എന്ന ഗാനം ആലപിക്കുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നിരഞ്ജൻ. ഹലോ. അടുത്തതായി ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നത് സംഗീതത്തിനെ മാത്രം കൂട്ടുകാരനായി കൊണ്ട് നടക്കുന്ന നമ്മുടെ സ്വന്തം നിരഞ്ജൻ. നിരഞ്ജന് പാട്ടുകൾ മാത്രം മതി, സുഹൃത്തുക്കൾ വേണ്ടെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു 500 പേരെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ ഫ്രണ്ട്സ് അല്ലേ? പാട്ടാണോ വലുത് സുഹൃത്തുക്കളാണോ വലുത്? പാട്ടാണ്. പാടാം. ഇന്നുമെന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു.
ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. സ്വർണ്ണമല്ലി നൃത്തമാടും നാളെയുമീ പൂവനത്തിൽ തിന്നൽ കൈ ചേർത്തു വയ്ക്കും പൂക്കൂന പുൻപണം പോൽ നിൻ പ്രണയ പൂക്കരിഞ്ഞ പൂമ്പൊടികൾ ചിറകിലേന്തി എൻ്റെ പൂത്തുമ്പികൾ നിന്നധരം തേടി വരും. ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ശോഭകളിൽ ഞാനിപ്പൂവൻ വാഴപ്പൂക്കൾ തേൻ പാടിയുയർത്തിടുമ്പോൾ നീയരികിലില്ല എങ്കിലെന്തു നിന്റെ വിശ്വാസങ്ങൾ രാഗമാലയാക്കി വരും കാറ്റിനെ തഴുകുമല്ലോ. ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. അടുത്തതായി ഖദീജ എന്ന ചിത്രത്തിൽ നിന്നും യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് MS ബാബുരാജ് സംഗീതം നൽകിയ സുറുമ എഴുതിയ മിഴികളെ എന്ന ഗാനം ആലപിക്കുന്നു സന്തോഷ് പൈലി. മിഴികളെ പ്രണയമധുരത്തെ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ
മധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ കരളിലെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ സുറുമയെഴുതി മിഴികളെ ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ സന്തോഷ് പൈലി. ദാസേട്ടൻ 84 വർഷം തികഞ്ഞു നിൽക്കുമ്പോൾ സന്തോഷ് പൈലി ഒരുപാട് സംഗീത വേദികളിൽ 30 വർഷം തികഞ്ഞു നിൽക്കുകയാണ്. നമ്മളുടെ സ്വരലയുടെ എല്ലാ പരിപാടികൾക്കും നമ്മളുടെ കൂടെ നിന്ന് ലാഭേച്ഛയില്ലാതെ നമുക്ക് പരിപാടികൾ ചെയ്തു തരുന്ന സന്തോഷിന് നന്ദി. യേശുദാസ് അറ്റ് 84 ആദരമർപ്പിച്ചുകൊണ്ട് സ്നേഹമറിയിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് പ്രശസ്ത കവിയായ ശ്രീ നരേന്ദ്രമേനോനാണ്. ആദരവോടെ PT നരേന്ദ്രമേനോനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഗായകന്മാരെ, സുഹൃത്തുക്കളെ, ഈ നല്ല മുഹൂർത്തത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജഹാംഗീർ ചക്രവർത്തി സംഗീത സാമ്രാട്ട് ടാൻസനെ കുറിച്ച് എഴുതിയ ഒരു വാചകമാണ്. ജഹാംഗീർ ചക്രവർത്തി തൻ്റെ തുസുഖി ജഹാംഗീരി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ 1000 കൊല്ലങ്ങളായി സംഗീത സാമ്രാട്ട് ടാൻസനെ പോലെ ഒരു ഗായകൻ ഉണ്ടായിട്ടില്ല എന്ന്. ഇന്ന് നമുക്ക് പറയാൻ കഴിയും, ഇനി ഒരു 100 വർഷത്തേക്ക് യേശുദാസനെ പോലെ ഒരു ഗായകൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാം. മലയാള സിനിമാ സംഗീതത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മുടെ മനസ്സിനെ മഥിച്ച, സ്വാധീനിപ്പിച്ച, നമ്മുടെ മനസ്സിനെ കീഴടക്കിയ, ഗൃഹാതുരത്വമുണർത്തുന്ന നൂറുകണക്കിന് ഗാനങ്ങൾ
ആലപിച്ച ആ ഗന്ധർവ ശബ്ദത്തിന് 84 വയസ്സ് തികഞ്ഞു എന്ന് അനുമാനിക്കാൻ പോലും സാധ്യമല്ല. അദ്ദേഹത്തിന് ആയുരാരോഗ്യം സൗഖ്യങ്ങളുണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് അവസാന നിമിഷം വരെ ഡോക്ടർ ബാലമുരളി കൃഷ്ണയുടെ ശബ്ദമുണ്ടായിരുന്നതുപോലെ യാതൊരു കോട്ടവും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് KS ചിത്രയുടെ ഗാനരംഗത്തെ 50 വർഷങ്ങൾ ഇവിടെ ആഘോഷിച്ചപ്പോൾ ഇവിടുത്തെ ഗായകന്മാരുടെ പ്രദർശനം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഏത് സിനിമയിലും ഏത് നാടകത്തിലും ഏത് വേദിയിലും പാടാൻ കഴിവുള്ള ശബ്ദഭംഗിയുള്ളവർ, ശബ്ദസ്വാധീനമുള്ളവർ, സാധകമുള്ളവർ ഇവിടെ ഉള്ളതായി കണ്ടു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പ്രശസ്ത ഇംഗ്ലീഷ് കവിയായ തോമസ് ഗ്രേയുടെ ഫുൾ മെനി എ ജം ഓഫ് പ്യൂറസ്റ്റ് റേ സെറീൻ ദ ഡാർക്ക് അൺഫാതംഡ് കേവ്സ് ഓഫ് ഓഷൻസ് വേർ full many a flower is born to blush unseen and waste its sweetness in the desert air. ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ കവിയായിരുന്ന 24 വയസ്സിൽ അന്തരിച്ചു പോയ VC ബാലകൃഷ്ണ പണിക്കർ ഈ വേഴ്സ് മലയാളത്തിലെ ഒരു ശ്ലോകമാക്കി മാറ്റി. സാരാനർഘ പ്രകാശ പ്രചുരിമതിരളും ദിവ്യരത്നങ്ങളേറെ പാരാവാരത്തിനുള്ളിൽ പരമിരുൾ നിറയും കന്തരത്തിൽ കിടപ്പും ഘോരാരണ്യ ചുഴൽക്കാറ്റടികളിലിളകും തൂമണം വ്യർത്ഥമാക്കുന്നോരാ പൂവത്രയുണ്ടം അവകളിൽ ഒരു നാളൊന്നു കേളിപ്പെടുന്നു. തോമസ് ഗ്രേയുടെ വാക്കുകൾക്ക് തോമസ് ഗ്രേ പറഞ്ഞു, അനർഘമായ രത്നങ്ങൾ സമുദ്രത്തിൻ്റെ അഗാധമായ കുഹരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, ആരും അറിയുന്നില്ല. അതുപോലെ മരുഭൂമിയിൽ ചില ഭാഗങ്ങളിൽ മനോഹരമായ പുഷ്പങ്ങൾ വിരിയാറുണ്ട്, സുഗന്ധം പരത്താറുണ്ട്, ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞ് തോമസ് ഗ്രേ നിർത്തിയപ്പോൾ VC ബാലകൃഷ്ണ പണിക്കർ കൂട്ടിച്ചേർത്തു, അവകളിൽ ഒരു നാളൊന്നു കേളിപ്പെടുന്നു എന്ന്. ഞാനതാണ്, ശബ്ദമുണ്ടായാൽ മാത്രം പോരാ, സാധകമുണ്ടായാൽ മാത്രം പോരാ, പ്രതിഭയുണ്ടായാൽ മാത്രം പോരാ, ഭാഗ്യം കൂടി വേണം എന്ന് ഞാനപ്പോൾ ആലോചിച്ചു. ഈ സദസ്സിൽ, ഈ വേദിയിൽ നമ്മുടെ പ്രശസ്ത പിന്നണി ഗായകന്മാരെ പോലെ പാടാൻ കഴിവുള്ള അനേകം പേരുണ്ട്. സാഹചര്യങ്ങളും ഭാഗ്യവും അനുഗ്രഹവും ഒത്തുവന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ അവരുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കുമ്പോൾ അത് സ്വരലയ്ക്ക് അഭിമാനമാണ്, സാരഥിയായ TR അജയന് അഭിമാനമാണ്. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് യേശുദാസ് എന്ന ആ മഹാഗന്ധർവ ഗായകനെ, അദ്ദേഹത്തിനെ ഒന്നുകൂടി പുകഴ്ത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നന്ദി ശ്രീ നരേന്ദ്ര മേനോൻ സർ. അടുത്തതായി ഗാനം ആലപിക്കാൻ ക്ഷണിക്കുന്നു ഡോക്ടർ നന്ദകുമാർ. ചുക്ക് എന്ന ചിത്രത്തിൽ നിന്നും വയലാറിൻ്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ വെൺചന്ദ്രലേഖ എന്ന ഗാനവുമായി. വെൺചന്ദ്രലേഖയൊരപ്സരസ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്സരസ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്സരസ്ത്രീ.
ബസവുത്തരീയമുലഞ്ഞും കളിയരഞ്ഞാണമലിഞ്ഞും കയ്യിലെ സോമരസ കുമ്പിൽ തുളുമ്പിയും അവൾ വരുമ്പോൾ ഞാനും എൻ സ്വയംവര ദേവതയും ആ നൃത്തമനുകരിക്കും മോഹങ്ങൾ ആശ്ലേഷമധുരങ്ങളാക്കും വെൺചന്ദ്രലേഖയുരപ്സരസ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ വെൺചന്ദ്രലേഖയുരപ്സരസ്ത്രീ മാറിലെ മദനാംഗരാഗമുതിർന്നും മകരമഞ്ജീരമുതിർന്നും മല്ലിക പുഷ്പശര ചെപ്പുകിലുക്കിയും അവൾ വരുമ്പോൾ ഞാനും എൻ മധുവിധുമേനകയും ആ നൃത്തമനുകരിക്കും സ്വപ്നങ്ങൾ ആപാദരമണീയമാക്കും വെൺചന്ദ്രലേഖയുരപ്സരസ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ വെൺചന്ദ്രലേഖയുരപ്സരസ്ത്രീ. ഗാനഗന്ധർവൻ ദാസേട്ടൻ്റെ സഹസ്രപൂർണിമാഘോഷവേളയിൽ സ്വരലയ ഒരുക്കിയ 84 ഗാനോപഹാരങ്ങളുടെ ജൈത്രയാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. സ്വരലയയുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകളിലൂടെയും ഞങ്ങളുടെ മീഡിയ പാർട്ട്നേഴ്സായ എലിസ്ഡ മീഡിയ USA, സ്ട്രിങ്സ് ഓർക്കസ്ട്ര UK പേജുകളിലൂടെയും ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്കായി ഈ വരുന്ന 13-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഇതിൻ്റെ 2ാം ഭാഗം ലൈവ് കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ലൈവ് കാണുവാനായി താഴെ കാണുന്ന ലൈവ് ലിങ്കിൽ എല്ലാവരും ക്ലിക്ക് ചെയ്യുക.